ജനാസ കൊണ്ടുപോകുമ്പോൾ മൗനമായിക്കൊണ്ടാണ് പോകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുത്ബിഉൽ ജനാസ ബിസൗത്തിൻ വലാ നാർ. നിങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും തീ കൊണ്ടും നിങ്ങൾ ജനാസ പിന്തുടരാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ പരിഭാഷ ചെയ്ത് ഇയാൾ മനസ്സിലാക്കിയത് മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഒരു ദിക്റും ഒന്നും തന്നെ ചൊല്ലരുത് എന്നാണ്. ഇനി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന തലവാചകത്തിന് കീഴിൽ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് മരണത്തെക്കുറിച്ചും ഈ ദുനിയാവിന്റെ നാശത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ദിക്റുകൾ ചൊല്ലി പോകണം. അത് സുന്നത്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു മുൻഗാമികളായ ആളുകൾ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ എന്താണ് ചെയ്തു വെച്ചതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ദിക്റുകളൊക്കെ വലിയ ശബ്ദം ഉയർത്താതെ ഒരു പതുക്കെ ചൊല്ലിയിട്ടാണ് പോയത് എന്ന് നമുക്ക് അവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇബ്നു ഹജർ തങ്ങളും പതുക്കെയാണ് ദിക്ർ ചൊല്ലി പോകേണ്ടത് എന്ന് തുഹ്ഫയിലും പറയുന്നുണ്ട്. അല്ലാതെ മൗനമായിട്ട് പോകണം എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സലഫികളാണെന്ന് പറഞ്ഞ് സലഫ് സ്വാലിഹീങ്ങളായ മഹാന്മാർ പറഞ്ഞു വെക്കുന്നതിനൊക്കെ മറച്ചു വെച്ച് സ്വന്തം അഭിപ്രായം, സ്വന്തം വ്യാഖ്യാനങ്ങളൊക്കെ ആളുകൾക്ക് മുന്നിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ മനസ്സ് വരുന്നത്, എങ്ങനെയാണ് അതിനൊരു ധൈര്യം വരുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല.